നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ലാസ്റ്റ് ക്യാൻഡിൽ, ഇത് നമ്മുടെ സെപ്റ്റംബർ മാസത്തെ നിഫ്റ്റിയുടെ മന്ത്ലി ക്യാൻഡിലാണ്. അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അത് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം അതിന് മുമ്പത്തെ ഈ ഒരു ക്യാൻഡിൽ ക്ലിയർ ആയിട്ടുള്ളൊരു ബീറിഷ് ക്യാൻഡിലാണ്. ഇത് ഓഗസ്റ്റ് മാസത്തെ മന്ത്ലി ക്യാൻഡിലാണ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ക്ലോസിങ് വന്നിട്ടുണ്ട്. അവിടെ നല്ലൊരു ബീറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റീജിയണിൽ നിന്ന് ക്ലിയർ ആയിട്ട് റിജക്ഷൻ തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ ഇനിയും മുമ്പോട്ട് പോകുമ്പോൾ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം ഒരു മന്ത്ലി ക്യാൻഡിൽ നല്ലൊരു ബീറിഷ് സ്ട്രെങ്തോട് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വീക്കിലിയിലോട്ടൊന്ന് പോയി നോക്കാം. വീക്കിലിയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ലെവൽ നമ്മൾ എപ്പോഴും നോട്ട് വെക്കേണ്ട ലെവൽ തന്നെയാണ്. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ലെവലാണ് 18,900 എന്ന റീജിയൻ. ഏകദേശം ഒരു 500 പോയിന്റ് താഴെയാണ്. ഇപ്പോൾ 19,423 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ താഴോട്ട് പോരുന്ന രീതിയിൽ ഒരു വലിയ ടൈം ഫ്രെയിമിലാണെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് 18,900 എന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വീക്കിലിയിലോട്ട് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീക്കിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? സ്ട്രെയിറ്റ് ആയിട്ടുള്ള അപ്സൈഡ് മൊമെൻറ്റത്തിന് ശേഷം ക്ലിയർ ആയിട്ട് ഈ ഒരു ചാനലിൻ്റെ അകത്ത് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ചാനലിൻ്റെ അകത്ത് ഇങ്ങനെ താഴോട്ട് പോകുന്നത്. അപ്പം ഒരു 5-6 വീക്കിന് ശേഷമാണ് ഒരു വീക്ക് ക്ലിയർ ആയിട്ട് ചെറിയ രീതിയിൽ ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്നത്. എങ്കിലും അത് ഇവിടുന്ന് ട്രെൻഡ് ഇനിയും ഇവിടുന്ന് മുകളിലേക്ക് പോകുമോ എന്നുള്ള കൺഫർമേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ നമുക്കൊരു ക്ലോസിങ് കിട്ടണം. ഏകദേശം 19,500 എന്ന ലെവൽ. ഓക്കെ, അപ്പം ഇതിന് മുമ്പത്തെ വീക്കിലി ക്യാൻഡിൽ എന്താണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബീറിഷ് ക്യാൻഡിലായിരുന്നു. അപ്പം അതിന് മുകളിൽ ഈ ഒരു റേഞ്ചിന് മുകളിലെങ്കിലും നമുക്ക് ക്ലിയർ ആയിട്ടൊരു ക്ലോസിങ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലേക്ക് നിഫ്റ്റി ഇനി എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് വീക്കിലിയിൽ ഈ ഒരു റീജിയനിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു കറണ്ട് സിനാരിയോയിൽ പറയാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു ലെവലും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ലെവലിന് താഴോട്ട് ഒരു ഡെയിലിയിലാണെങ്കിലും ക്യാൻഡിൽ ക്ലോസിങ് തരുവാണെങ്കിൽ വീണ്ടും നെക്സ്റ്റ് ലെവൽ നമ്മൾ 18,900 എന്ന ലെവൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലെവൽ അത് ബ്രേക്ക് ഔട്ട് തരികയാണ്. ഇത് മുകളിലേക്കാണ് തരുന്നതെങ്കിൽ ഇപ്പോഴത്തെ നിലവിലത്തെ സിനാരിയോയിൽ എന്താണ്, നമുക്ക് മുകളിലേക്കുള്ള ലെവൽ നോക്കണം. 20,000 ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്, ഇതിനു മുമ്പുണ്ടായ ഓൾ ടൈം ഹൈ. അതല്ല, അതിന് മുകളിലേക്ക് അതും ബ്രേക്ക് ഔട്ട് വെച്ച് തന്ന് മുകളിലേക്കും പോകാം. ഈ ഒരു 2 ലെവൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഈ ഒരു താഴത്തെ ലെവൽ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലെവലിന് മുകളിലേക്ക് പ്രൈസ് സർവൈവ് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് പോസിറ്റീവായി എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഡെയിലിയിലേക്ക് പോയിട്ട് ആ ലെവൽസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഡെയിലിയിലേക്ക് വരുമ്പോഴത്തേനും നമുക്കിവിടെ ഈ ഒരു ലെവൽ നമ്മൾ പറഞ്ഞു ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ്. അപ്പം ഈ ഒരു ലെവലിന് താഴോട്ട് ഡെയിലിയിലാണെങ്കിലും ക്ലോസിങ് വരുവാണെങ്കിൽ ക്ലിയർ ആയിട്ട് നല്ലൊരു ബോഡിയോട് കൂടിയാണ് ഒരു ക്ലോസിങ് ഇതിൻ്റെ താഴെ തരുന്നതെങ്കിൽ 19,230 താഴെയാണ് തരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലെവലിലേക്ക് വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പം ഇപ്പോഴത്തെ നിലവിലത്തെ സിനാരിയോയിൽ എന്താണ്, ഈ ഒരു ഇന്നത്തെ ദിവസത്തെ ഫ്രൈഡേയിലെ ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അപ്പോൾ മുകളിലേക്ക് പോകാൻ ശ്രമിക്കുവാണെങ്കിലും ഈ ഒരു ചാനലിൻ്റെ ഈ ഒരു ടോപ്പ് ഏകദേശം ഈ ഒരു റീജിയണിൽ ഇങ്ങനെ ഒരു ചാനൽ വന്നിരുന്നു. ആ ചാനലിൻ്റെ മുകളിലേക്ക് പോയി കഴിയുമ്പോൾ എന്താണ്, ഇവിടെ ഒന്ന് പുറത്തേട്ട് ഇറക്കാൻ നോക്കി, പക്ഷേ അവിടെ നിന്നൊരു സെല്ലിങ് കണ്ടു. ഇവിടെ പുറത്തേട്ട് ഇറക്കാൻ നോക്കി, അവിടെ ഒരു സെല്ലിങ് കണ്ടു. ഇന്നത്തെ ദിവസം പതുക്കെ അതിന് മുകളിലേക്കൊന്ന് കയറി എന്ന് നമുക്ക് ഏകദേശം പറയാൻ സാധിക്കും. പക്ഷേ എന്നാലും എന്താണ്, അങ്ങോട്ട് കയറുന്നതനുസരിച്ച് അവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ലെവലിനൊക്കെ മുകളിൽ സർവൈവ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ, അതായത് നമ്മുടെ ഈ ഒരു സ്വിങ്ങിന് മുകളിൽ, ഓക്കെ, അപ്പോൾ ഈ ഒരു സ്വിങ്ങിന് മുകളിലൊക്കെ നമ്മൾ പ്രൈസ് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനെ ഒരു സിനാരിയോ കിട്ടുവാണെങ്കിൽ, അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മളൊരു പോസിറ്റീവായിട്ട് മാർക്കറ്റ് വരണമെങ്കിൽ 19,550 550 ലെവലിനൊക്കെ മുകളിൽ പ്രൈസ് സർവൈവ് ചെയ്യുന്ന സിനാരിയോയിൽ നമുക്ക് പറയാൻ സാധിക്കും മാർക്കറ്റ് കുറച്ച് പോസിറ്റീവായി എന്ന്. പിന്നെ നമുക്ക് 20,000 എന്ന ലെവൽ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ലെവൽ നല്ലൊരു റെസിസ്റ്റൻസ് ലെവലാണ്. ഓക്കെ, ഇവിടുന്ന് പോയപ്പോഴും അതിവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തിരുന്നു. ഓക്കെ, അതപ്പം ഏകദേശം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു കൺസോൾട്ടേഷന് ബ്രേക്ക് ഔട്ടും കിട്ടും. ഈ ഒരു ലെവലും സർവൈവ് ചെയ്യും, ഈ ഒരു ലെവലും സർവൈവ് ചെയ്യും. നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നിലവിലത്തെ സിറ്റുവേഷനിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഒരുപക്ഷെ ഈ ഒരു ചാനലിൻ്റെ അകത്ത് വീണ്ടും ഒരു കൺസോൾട്ടേഷൻ നടന്നേക്കാം. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ ഈ താഴത്തെ ഈ ഒരു റീജിയൻ, മുകളിലത്തെ ഈ ഒരു ലെവൽ,
ഈ ഒരു 2 റീജിയണിന് മുകളിലേക്കാണ് ബ്രേക്ക്ഔട്ട് തരുന്നതെങ്കിൽ നമ്മൾ വീണ്ടും മാർക്കറ്റ് പോസിറ്റീവായി നിന്ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അതല്ല താഴോട്ടാണ് ബ്രേക്ക് ഡൗൺ തരുന്നതെങ്കിൽ വീണ്ടും താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 2 ലെവൽസ് നോട്ട് ചെയ്യുക. അപ്പോൾ ഇത് എൻ്റെ അനാലിസിസ് ആണ്, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിങ്ങിലൂടെ ഒരു റെഗുലർ ഇൻകം ജനറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ലഭിക്കും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്. അവിടെ വന്ന് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം താല്പര്യമുള്ളവർ പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ് ഞാൻ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ 2 സ്റ്റൈൽസാണ് ഞാൻ പേഴ്സണലി ചെയ്യുന്നത്. ആ ഒരു 2 സ്റ്റൈൽസും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.